ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതൊരു വിഷു എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം തന്നെ പറയാം, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റായിട്ട് ചെയ്യണം. ഇത് നമ്മുടെ അൻവിക്കുട്ടൻ ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. അൻവിക്കുട്ടൻ്റെ ആദ്യത്തെ വിഷുക്കണിയാണ് ഞങ്ങൾ ഒരുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം സുട്ടുമാണ് ഇന്നത്തെ വിഷുക്കണി ഒരുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് രാവിലെ അവനെ വിളിച്ച് അവൻ്റെ ആദ്യത്തെ വിഷുക്കണി കാണിക്കണം. അപ്പോൾ അവൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തലേന്ന് രാത്രി ഒരു 12 മണിയാണ്. നല്ല ഉറക്കമാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എടുക്കണം അല്ലേ, കണ്ണ് കുത്തിക്കൊണ്ട് വന്ന് ഞങ്ങൾ അവനെ കണി കാണിക്കുന്നതാണ്. ആരാ കാണിക്കുന്നത്? വൈതാമയാണോ? വൈതാമ ആയിരിക്കും കണി കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഫാമിലിയിലെ വിഷുക്കണി വിഷു എപ്പിസോഡ് അല്ലേ, വിഷു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൻവിയുടെ ആദ്യത്തെ കണി കാണാം അല്ലേ? അവൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ കാണാം അല്ലേ? അപ്പം നമുക്ക് രാവിലെ കണി കാണാം.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷുവിനുള്ള സദ്യ ഒരുക്കാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ട് അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഐതാമ്മ ഈ സ്റ്റൗ കത്തിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ഐതാമ്മയാണ് ഇന്ന് ഫുള്ള് സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. എന്നൊക്കെ ഐതാമ്മ നമ്മൾ വിഷുവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അൻപിയുടെ ആദ്യത്തെ വിഷു അല്ലേ? എൻ്റെ പൊന്നോട്ടൻ്റെ ആദ്യത്തെ വിഷുവാണ്. ഇച്ചിരി ഊറെടുക്കാനുണ്ട്, പരിപ്പുണ്ട്, പപ്പടമുണ്ട്, നമ്മൾ അവിയൽ, ഇഞ്ചിക്കറി, കടുമാങ്ങ, പച്ചടി, പരിപ്പ് പപ്പടം, പയർ മുൻകൂട്ടി എല്ലാം കൂട്ടി ഞങ്ങൾ എല്ലാവരും ഇരുന്ന്. പായസം അനുവിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. ചോറോട് കൊടുക്കുമ്പോൾ എല്ലായിടത്തും പായസം കിട്ടുമ്പോൾ പിന്നെയും വരുമായിരുന്നു. സേമിയ പായസമാണ് നമുക്ക് അൻവിക്ക് വേണ്ടി വെക്കാൻ പോകുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതെല്ലാം കാണിക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അൻവിയുടെ ആദ്യത്തെ വിഷുവാണ്, ആദ്യത്തെ വിഷു സദ്യയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. അപ്പോൾ ഇതാകുമ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കട്ടെ. അതൊന്നും ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണിക്കാം, എല്ലാവരും കഴിക്കും. പിന്നെ നമുക്ക് ഇന്ന് സദ്യ കഴിക്കാൻ മമ്മിയൊക്കെ വരുന്നല്ലേ? മമ്മിയുണ്ട്, ദീപ ചേച്ചിയുണ്ട്, ആരോടും ഉണ്ട്, ചാണ്ടിയുണ്ട്. സദ്യ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം അല്ലേ? എന്തൊക്കെ ഉണ്ടാക്കുന്നതെല്ലാം ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഓരോ വീഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് സെപ്പറേറ്റ് ഓരോന്ന് കാണിക്കുന്നില്ല. എല്ലാം ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കാം. ഓക്കെ അല്ലേ ഇതാമേ? ഏട്ടാ അപ്പം ഇതാമ ഏകദേശം എല്ലാം കറികളെല്ലാം ഒതുക്കിയിട്ടുണ്ട്. നമ്മൾ പായസങ്ങളുണ്ട്. നമ്മുടെ സേമിയ പായസമാണ് നമ്മൾ അൻപിക്കുട്ടനും എല്ലാവർക്കും വേണ്ടി ഇതാമ വെക്കാൻ പോകുന്നത് അല്ലേ ഇതാമേ? സേമിയ പായസം അൻപിക്കുട്ടൻ്റെ ആദ്യത്തെ വിഷു ഞങ്ങൾ സേമിയ പായസം കൊടുത്തിട്ടാണ്. അത് പായസം ഒരുപാട് ഇഷ്ടമാണ്. അമ്പലത്തിനെല്ലാം പിന്നെ കുടിക്കുമ്പോൾ നമുക്ക് പായസം ഇലക്കകത്ത് കൊടുത്ത് വാങ്ങിക്കൊടുത്ത് പാകത്തിന് കഴിപ്പിക്കണം. ചുട്ടു അൻപിക്ക് തണ്ണിമത്തൻ ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ സദ്യ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെ വെച്ച് നമ്മൾ വെച്ച ആളോട് തന്നെ ചോദിക്കാം. പറയുന്നമ്മേ? പച്ചടി, പയറുമെഴുക്കുവരട്ടി, ഇഞ്ചി, കടുമാങ്ങ, പരിപ്പ്, രസം, പച്ചമുളക്, പപ്പടം, പിന്നെ വേണ്ട അവിയൽ, നമ്മുടെ സ്പെഷ്യൽ അവിയൽ. പിന്നെ ഇന്നത്തെ അൻവിക്കുട്ടന് വേണ്ടിയും വെച്ച സ്പെഷ്യൽ പായസം സുട്ടുന്നുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കും. സുട്ടാണ് പായസം വെച്ചോണ്ടിരിക്കുന്നത്. പായസം ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വിഷുവിൻ്റെ സദ്യ ഫുഡ് കഴിച്ച് നമ്മളെ അൻവിക്കുട്ടനും കൊടുക്കാനുള്ള ചടങ്ങാണ് നമ്മളിനി നടത്താൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് വിഷുവിൻ്റെ സദ്യ ഉണ്ണുകയാണ്. ഉണ്ട് കഴിഞ്ഞിട്ട് ഐതാമൺ സദ്യയെ പറ്റി ദീപ ചേച്ചി ആയിരിക്കും റിവ്യൂ ചെയ്യുന്നത്. അൻവിക്ക് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം. അൻവി ഉറങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരും സദ്യ കൊണ്ട് കഴിഞ്ഞു. ദീപ ചേച്ചി കഴിച്ചു. ദീപ ചേച്ചിയാണ് റിവ്യൂ പറയുന്നത്. എൻ്റെ ഇലയാണ് അവൻ ആദ്യം എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി സാധനമായിരുന്നു. എന്നും വെച്ചിട്ട് ഉണ്ടാക്കുന്നത് സൂപ്പറാണ്. ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഞ്ചിക്കറി. പിന്നെ എന്നത്തെ പോലെ എൻ്റെ അവിയൽ, അതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. മാങ്ങ കൊള്ളായിരുന്നു, പച്ചടി കൊള്ളായിരുന്നു. എനിക്ക് തന്നതെല്ലാം കഴിച്ചു. പച്ചമോര് രസം ഒഴികെ ബാക്കി എല്ലാം ഞാൻ കഴിച്ചു. അതിനോട് വലിയ കോളില്ല. കഴിക്കണോ? വേണ്ട. അപ്പോൾ ഇതാണ് അവിടെ ഇന്നത്തെ റിവ്യൂ ഫുഡിൻ്റെ. നമ്മുടെ ഫുഡിൻ്റെ എല്ലാം ഫുഡ് കഴിച്ചു. ഞാനും ഉണ്ട്, അൻവിക്കുട്ടനുണ്ട്. കഴിച്ചിട്ട് അൻവിയും കൂടെ കഴിപ്പിക്കണം. അൻവി ആദ്യമായിട്ട് ചോറുണ്ണാൻ പോവാണ് വീട്ടിൽ നിന്ന്. വിഷുവിൻ്റെ സദ്യ ഉണ്ണാൻ പോവാണ്. കരച്ചില്ല. ആ പായസം കൊടുത്തു നോക്കി കേട്ടു. പായസം കൊടുത്തപ്പോ നോക്കുവോ?
പായസം കഴിക്കുന്നതാണ്. ഇനി ഒരു 2 പറ്റം എടുത്തു വെച്ചു. വച്ചു കൊടുക്കുമ്പോ അറിയാം ടേസ്റ്റ് പിടിച്ചോ ഇല്ലയോന്ന്. 2 എണ്ണം കൊടുത്താൽ മതി. പൊടിച്ചിട്ട് കൊടുക്കേ. എനിക്ക് മുമ്പ് തന്നല്ല. ശകലം കൊടുത്തു, ഒരു ശകലം ഞെക്കി നല്ലതായിട്ട് പിടിച്ചില്ല. രണ്ടാമത് കൊടുത്ത ആദ്യം പുളിക്ക് പിടിച്ചേ. അതിന്റെ ടേസ്റ്റ് ചോറിന് കൊടുത്തിട്ടുണ്ട്. പായസം ഇഷ്ടമാ. വളരെ ഉണ്ടല്ലോ. വളരെ ഉണ്ട്. പായസം കൊടുത്തു ഇച്ചിരി. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ആ പാല് കൊടുത്താ പാല് തൊട്ട് വെച്ചാ മതി. അതെ വെച്ചാ അങ്ങനെ തൊട്ട് വെച്ചാ എന്താ അത് പെട്ടെന്ന് 50 ചോറ് കൊടുത്തപ്പോൾ മരം കൊടുത്തു വലിയ അതിനോട് താല്പര്യമുണ്ട്.